അല്ല ഇത് ചെയ്ത് വിടുകയാണ്. ബാക്കി പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കാട് പറിക്കുന്നു, വളം. പിള്ളേർക്ക് അതിനകത്ത് റോളും പിള്ളേർക്ക് പറഞ്ഞാൽ ഇതിനകത്ത് കാട് പറിക്കുന്നു, സാഹചര്യത്തിൽ കൊടുക്കുന്നു. ചോദ്യം ചോദിക്കുന്നത് വീട് എന്താ? പരിസ്ഥിതി മലയാളത്തിൽ പറയാം. സ്റ്റുഡൻസ് അതായത് വിദ്യാർത്ഥികളെ പരിസ്ഥിതി അവബോധം വികസിപ്പിക്കുക. പിന്നെ രണ്ട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. വൃക്ഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചു. വൃക്ഷത്തൈകൾ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം വളരുന്നുണ്ടോ വീട്? പിന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെല്ലാം ചെയ്യോ? പിന്നെ എൻഡോസൾഫാനെതിരെ ഞങ്ങളൊരു മനുഷ്യച്ചങ്ങല. പിന്നെ സംസ്കാര റാലി പങ്കെടുക്കും. ഒന്നാം സ്ഥാനം എന്നാ അവതരിപ്പിച്ചു? പ്ലോട്ടാ. മാലിന്യ പ്രശ്നം വല്ല ഉണ്ടോ? പാർട്ടി പ്രശ്നം മാറിയോ? മാറിയോ? കാമ്പസിൽ പാർട്ടി ഇല്ല. കാലാവസ്ഥാ വ്യതിയാനം ഇപ്രാവശ്യം ഉണ്ടായി. കാലാവസ്ഥാ വ്യതിയാനം കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ്. മഴ കൂടുതലായിരുന്നു കുറവായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാളും. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിരുന്നു. പിന്നെ അവരും പരിസ്ഥിതിയിലേക്ക് അവബോധമുള്ളവരായി വീട്ടിലെ പേരൻസൊക്കെ. പിന്നെ ഞങ്ങൾക്ക് പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. എന്തൊക്കെ അറിയാൻ പറ്റും? അതായത് പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം, പരിസ്ഥിതി കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പരിസ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി സ്കൂളിൽ എന്തൊക്കെയാ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച? കഴിഞ്ഞ കൊല്ലം വെച്ച് പിടിപ്പിച്ച മരങ്ങളൊക്കെ ഈ പ്രാവശ്യം ഉണ്ടോ? ഉണ്ട്. വളരുന്നുണ്ടോ? എത്രയൊക്കെ മരങ്ങളുണ്ട്? എത്ര മരങ്ങളുണ്ട്? 2010 എന്തോ ഒരു വർഷമായിട്ട് ആചരിച്ചായിരുന്നു. അത് ജൈവവൈവിധ്യ വർഷം അല്ലേ? ജൈവവൈവിധ്യ വർഷത്തിൽ നിങ്ങൾ എന്തൊക്കെ അതിൻ്റെ പ്രോഗ്രാമായിട്ട് നടത്തിയിട്ടുണ്ട്? ജൈവ വൈവിധ്യത്തിൻ്റെ എന്തെങ്കിലും പരിപാടി നടത്തിയോ? അതിൻ്റെയാണ് ആ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തത്. അതായത് മരങ്ങളെ കൂടുതൽ വെട്ടി നശിപ്പിക്കുന്നുണ്ട്, കാടുകൾ നശിക്കുന്നുണ്ട്. ജീവിജാലങ്ങൾ പറയുന്നുണ്ടോ? ഇല്ലാതാകുന്നുണ്ടോ ഭൂമിയിൽ നിന്ന് ചില ജീവികൾ തീർത്തും ഇല്ലാതാകുന്നുണ്ട്. വംശനാശം നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഇല്ലാതായിട്ടുണ്ട്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ സർവേകൾ നടത്തിയിട്ടുണ്ട്? നശിപ്പിക്കുന്നതിനെതിരായിട്ട് ഇപ്രാവശ്യം വനയാത്ര വല്ലതും നടത്തിയോ? വനയാത്ര ഈ വർഷം നടത്തില്ല. ഒന്നും പോയില്ല. എക്കോ ക്ലബിൻ്റെ ടൂറും നടന്നില്ല. എക്കോ ക്ലബിൻ്റെ ടൂർ വലിയ റോഡാണ്. അതെ. അതിനെല്ലാം വിഷയമുണ്ട്. അപ്പം കൂടുതലായിട്ട് മണൽ വാരലിനെതിരെ നിങ്ങളെന്തെങ്കിലും എക്കോ ക്ലബ്ബ് സീഡ് ക്ലബ്ബ് എന്തെങ്കിലും ചെയ്തു? അത് അതിനെതിരെ തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ. പോസ്റ്റർ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പോസ്റ്റർ പ്രചരണങ്ങളോ എന്തെങ്കിലും അവരെ ആർക്കെങ്കിലും പരാതി നൽകുമോ എന്തെങ്കിലും ചെയ്തോ? ഈ മഴ കഴിഞ്ഞിട്ടായിരുന്നു മണൽവാരിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട. അതിനെതിരെ ഇപ്പോൾ പ്രോഗ്രാമിൽ തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ. മൊത്തത്തിൽ നിങ്ങൾ മാറിയോ? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ തോന്നുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. കീടനാശിനിക്കെതിരെ എന്താ റാലി മാത്രമേ നടത്തിയുള്ളൂ? മനുഷ്യച്ചങ്ങല ഉപയോഗം കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാം? ഞങ്ങളിങ്ങനെ മനുഷ്യച്ചങ്ങല തീർക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പം അത് അവർക്ക് ഒരു അവബോധം ഉണ്ടായി എന്താണ് ഇതിൻ്റെ ദോഷഫലങ്ങളെന്നൊക്കെ. ഇവിടെ ഭയങ്കര വിഷയമുണ്ടോ? കീടനാശിനിൻ്റെ വിഷയങ്ങളുണ്ടോ? നമുക്ക് ഇവിടെ ഈ പ്രദേശത്തില്ല. കുറച്ച് ിക്കുന്നത് മൂലം മഞ്ഞുരുകും. അത് മഞ്ഞുരുക്കിയിട്ട് ഇന്ത്യയിലെ നദികളിലൂടെ എന്നിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ആളുകൾ. കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു? അപ്പം കൃഷിയെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത്. സാധാരണ വിളവെടുപ്പും വിത്തിരിയിലുമൊക്കെ. പക്ഷേ കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക് ഇത് അനുസൃതമല്ലാതായിരുന്നു. ഇപ്പം വിളവ് തീർച്ചയായിട്ടും കുറയും. നിങ്ങൾക്ക് പറയാനുണ്ട്? സ്ഥിതിക്കൊപ്പം നാശം സംഭവിക്കുന്നത് തടയാനായിട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എല്ലാവരും വീടുകളിൽ കൊണ്ടുപോയി വെച്ച് പിടിപ്പിച്ചാൽ അല്ലാതെ വേറെ എന്തെങ്കിലും പുറത്തു വല്ല ആക്ടിവിറ്റീസ് നടത്തുന്നു? പുറത്ത് ഇല്ല.
ഇപ്രാവശ്യം വിത്ത് കിട്ടിയില്ല. അതല്ലേ ഉപയോഗത്തെക്കുറിച്ചാണ് ഞങ്ങളിവിടെ പറയുന്നത്. പ്ലാവിന് വിവിധ തരത്തിൽ ധാരാളം ഉപയോഗങ്ങളുണ്ട്. പ്ലാവിലുണ്ടാകുന്ന ചക്ക മനുഷ്യന് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ചക്ക കൊണ്ട് വിവിധ 50-ലധികം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഈ പ്രോജക്റ്റിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് വഴി പ്ലാവിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ലഭിച്ചു. അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഔഷധ ഗുണവും അതിൻ്റെ പോഷക സമ്പത്തും ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ മനുഷ്യന് ആരോഗ്യത്തിന് യാതൊരു വിധത്തിലും ഹാനികരമാകുന്നില്ലെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ഈ ആധുനിക തലമുറ ഒട്ടും ചക്കയെ കൊണ്ടുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ചക്ക കൊണ്ടുള്ള ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സംസ്കരിച്ച് വെക്കാവുന്നതും ധാരാളം ഉപയോഗങ്ങൾ ചക്ക കൊണ്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നില്ല. അത് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലൂടെ ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോസ് ഉണ്ട്. നമ്മുടെ അനുഭവങ്ങൾ തുളസിയിൽ നിന്നൊരു കൊതുക് നിർമ്മാർജ്ജന ലേപനമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. തുളസി ചതച്ച് കുക്കറിലെടുക്കുക, കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റുക. അതിനുശേഷം കുക്കറിൻ്റെ ആ ദ്വാരത്തിലൂടെ ഒരു ട്യൂബ് കടത്തിവിടുക. ട്യൂബിൻ്റെ നടുഭാഗം ബീക്കിലിടുക, മറ്റേ അഗ്രം കുപ്പിയിലിടുക. അതിനുശേഷം കുക്കർ ഹീറ്റ് ചെയ്യുന്നു. തുളസിയുടെ സത്ത് തുള്ളി തുള്ളിയായി കുപ്പിയിലേക്ക് വീഴുന്നു. ഇത് ഓഡോമോക്സിന് മോട്ടോർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നു. ഇത് ടാൽക്കം പൗഡറുമായി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു, ലേപനമായി ഉപയോഗിക്കുന്നു. ഇത് കൊതുകിനെ അകറ്റാൻ വളരെ ഫലപ്രദമാണ്. ശരിക്കും പ്രവർത്തനങ്ങൾ ജൂൺ മാസം തൊട്ട് കാലാവസ്ഥ ഇപ്പം പ്രതികളെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തോടെ കാര്യക്ഷമം നടത്താൻ പറ്റി. അപ്പം ഏകദേശം ഡിസംബർ ആദ്യം വരെ മഴയായിരുന്നു. അപ്പം കരുതൽ കൃഷി അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി അമ്മത്തോട്ടം കഴിഞ്ഞ വർഷത്തിന് തന്നെ രണ്ടാം ഘട്ടം ആരംഭിച്ചിട്ടും പ്രതികൂലമായ കാലാവസ്ഥ കാരണം ഈ പച്ചക്കറികൾ കൂടുതൽ തന്നെ കൊടുത്തു വന്നെങ്കിൽ അതിനെ വിദേശ രീതിയിൽ സംരക്ഷിക്കാൻ പറ്റാതെ നെല്ലാണെങ്കിലും വളരെ ഭംഗിയായിട്ട് കയറി വന്നു. പക്ഷേ അതിനിടയ്ക്ക് തുടർച്ചയായ മഴ മൂലം വൈകുന്നേരത്ത് കളപറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ മരുന്നുകൾ ഗുണാംശിന് നമ്മുടെ ലോകപരിസ്ഥിതി അനുസരിച്ച് തൈവരകളും ഇവിടെ നടാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് വിട്ടുവിട്ട് കുട്ടികളുടെ വീടുകളിൽ അത് നട്ട് സംരക്ഷിക്കുകയുള്ളൂ. പിന്നെ ഇതിന് ഓരോ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തോടെ നിർമ്മിക്കുന്നു. പിന്നെ കുറേ മരച്ചീനി കൃഷി നടത്തുന്നുണ്ട്. പിന്നെ വാഴയുടെ ഒരു പരിപാടി ഈ വർഷം കുറച്ച് നടത്തി കൊണ്ടുവന്നു. അതിനേക്കാൾ അല്പം കൂടെ ഡ്യൂറബിളായിട്ട് നിൽക്കാവുന്ന അപ്പം അടുത്ത വർഷമായിട്ട് നമുക്ക് അതിന് വിത്ത് എടുക്കേണ്ടി വരുന്നില്ല. അത് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ പല കൃഷിയും നടത്തുന്നു. വർഷത്തോട്ടം വലിയ കാര്യക്ഷമമാണ്. സർവേകൾ ഈ വർഷം നടത്തിയെന്ന് പറഞ്ഞാൽ ഈ എൻഡോസൾഫാനിനെ കുറിച്ച് കീടനാശിനികൾ ഉപയോഗിക്കുന്ന എത്ര വീടുകളുണ്ട്. പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഈ മേഖലയിൽ ഏലം കുരുമുളക് കാപ്പി ഇങ്ങനെയുള്ള യോഗമായിട്ടില്ലാത്തതുകൊണ്ട് ഈ കുട്ടികളുടെ ഈ അല്ലെങ്കിൽ ഗ്രാമക്കമ്മേടി ചുറ്റുവട്ടത്തിൽ ഈ കീടനാശിനികളൊന്നും കുറവാണ്. ചിലപ്പോൾ കൂടെ ഇപ്പോൾ മുൻവർഷങ്ങളെക്കാളും എനിക്കും കൂടെ പ്രകൃതി നിരീക്ഷിക്കാനും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആണ്ട് സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നു ഈ പരിപാടി പങ്കെടുക്കുന്നത്. വീടുകളിലേക്ക് വീടുകളിൽ അപ്പം ഇവരിലൂടെ രക്ഷകർത്താക്കൾക്ക് ആ ഒരു അവബോധം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ വീട്ടിൽ നശിപ്പിക്കരുത്, നല്ല വൃക്ഷങ്ങൾ ഉപകാരികളാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകുന്നു. എന്താ പറയുന്നത്, നമ്മുടെ വിദേശ രീതിയിൽ പോകാൻ പറ്റാതെ വരുന്നു. പിന്നെ നമുക്ക് പുതിയ പ്രോജക്റ്റുകൾ ഇതിനായിട്ട് വരാൻ കഴിയും. അപ്പം ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഓരോ പ്രദേശത്തിൻ്റെ അപ്പം നമുക്ക് എല്ലാ കേരളത്തിൽ മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കാതെ ഓരോ പ്രകൃതി അനുസരിച്ച് ഹൈ റേഞ്ചിലേക്ക് വരുമ്പം കീടനാശിനികൾ മറ്റു സെലക്ട് ചെയ്യാം.
അപ്പം ഇവിടെ ഈ ഭാഗത്ത് ചില അതിനകത്ത് വരുന്നതിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രായം വരും. ടൗൺ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ദുരൂഹ കൂടുതലായിട്ടുള്ള ഒരു ദുരൂഹം കൂടെ വരുന്നില്ല. അപ്പം അധികം കുറവാണ്. പത്രത്തിലൂടെ ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. ഒന്നുമില്ലാതിനേക്കാളും പറഞ്ഞാൽ മുൻകാലങ്ങളെക്കാളും നല്ലൊരു ബോധം ഉണ്ടാക്കും. പത്രത്തിൻ്റെ രക്ഷകർത്താക്കൾക്ക് അറിയാം ഇങ്ങനെ ചെയ്യുന്ന കാര്യം പറയും. ഇപ്പോൾ കഴിഞ്ഞ വർഷം സിബിഐക്ക് അവാർഡ് കിട്ടിയൊക്കെ ആകുമ്പോഴേക്കും മൊത്തത്തിലൂടെ അറിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് തന്നെ മന്ത്രിയുടെ അവാർഡ് വാങ്ങിച്ചത് വളരെ അധികം എഫക്റ്റീവാണ് കുട്ടികളുടെ കയ്യിൽ. അപ്പം ചെയ്ത് കഴിഞ്ഞാലും അംഗീകാരം കിട്ടുന്നുണ്ട്. മാത്രമല്ല ശ്രദ്ധിക്കപ്പെടുന്ന മനസ്സിലായി കൂടി. അപ്പം അതുകൊണ്ട് തന്നെ ആ പരിപാടി വളരെ നല്ലൊരു തന്നെയാണ്. സൈഡ് പ്രവർത്തനങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പരിസ്ഥിതിയുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നാണെന്ന് മനസ്സിലാക്കാനും കൃഷിയോട് ആഭിമുഖ്യം വളർത്താനും പരിസര ശുചീകരണം നടത്താനും എല്ലാം ഉതകുന്നുണ്ട്. നാടിനും നാട്ടുകാർക്കും നമ്മൾ ഒരു കരനെൽ കൃഷി നടത്തി. കരനെൽ കൃഷി കാലാവസ്ഥ മോശമായി പോയതുകൊണ്ടത് പൂർണ്ണ വിജയത്തിലെത്തിയെന്ന് പറയാൻ പറ്റിയില്ല. എന്നാലും അത് നാട്ടുകാർക്കൊരു ആവേശമായിരുന്നു. അതുപോലെ നമ്മുടെ പച്ചക്കറിത്തോട്ടം, റോസ് ഫ്ലവർ ഗാർഡൻ എല്ലാം നാട്ടുകാർക്ക് താല്പര്യമാണ്. പ്രോത്സാഹനം കിട്ടുന്നുണ്ട്, അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്. നാട്ടുകാർക്കും പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ആവശ്യബോധമൊക്കെ വരുന്നുണ്ട്. മാതൃഭൂമിയും സീഡിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നത് അഭിനന്ദനാർഹമാണ്. മാധ്യമങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പ്രചോദനമായിട്ട് സമ്മാനങ്ങളും അവാർഡുകളുമൊക്കെ സ്കൂളുകൾക്കും വ്യക്തികൾക്കും ഒക്കെ കൊടുക്കുന്നത് വളരെ അഭിനന്ദനീയമാണ്. വിദ്യാർത്ഥികൾ കൂട്ടായ പ്രവർത്തനങ്ങൾ വരുമ്പോഴേക്കും അവരുള്ള കുറേ ആക്രമണവാസനകളും ഒക്കെ കുറയുന്നു. നിർമ്മാണപരമായ പ്രവർത്തനങ്ങൾക്ക് ഭാഗവാക്കുകളാകുന്നു. അപ്പോഴേക്കും അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് തന്നെ